അമേരിക്ക അമേരിക്ക എന്ന് മുഴുവൻ പറയണ്ട, ലോസ് ഏഞ്ചൽസ് കത്തുകയാണ്. കാട്ടുതീ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. 16ഓളം പേര് മരിച്ചു. എത്ര പേര് മരിച്ചു എന്ന് കൃത്യമായ കണക്കറിയില്ല. ചില ഗ്രാമങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, പാർപ്പിട സമുച്ചയങ്ങളൊക്കെ കത്തിപ്പോയി. അവിടെ ഒരു കാറ്റടിക്കുന്നത് കൊണ്ട് വീണ്ടും തീ പടരാനുള്ള സാധ്യതയുണ്ട്. 11% തീ മാത്രമേ അണയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ഫയർ ഫൈറ്റേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ പറയുന്നു അമേരിക്കയ്ക്ക് അങ്ങനെ കിട്ടണം, ഇത് അള്ളാഹുവിൻ്റെ ശാപമാണ്. കാരണം ഗാസയിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക്, ഗാസയ്ക്ക് മുമ്പൊരു കൂട്ടക്കൊല നടന്നത് ആരും പറയൂല, കൂട്ടക്കൊലയ്ക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അള്ളാഹു ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ട് ശിക്ഷിക്കുന്ന ഒരാളാണ്. അത് ഈ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് പലപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ലോസ് ഏഞ്ചൽസ് കത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് ഗാസയിൽ അമേരിക്ക നടത്തിയ ദുഷ്ടതരത്തിനുള്ള അള്ളാഹുവിൻ്റെ തിരിച്ചടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വെർഷൻ കേൾക്കുന്നുണ്ട്. അത് കേരളത്തിലെ പല ചാനലുകളിലും, ഈ TV ചാനലുകളും അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അത് വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി കഴിയുമ്പോൾ അത് ഏത് രാജ്യത്ത് വേണമെങ്കിലും സംഭവിക്കാം. നാച്ചുറൽ കലാമിറ്റി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഫ്ലഡ് ഉണ്ടായി കുറച്ച് നാൾ മുമ്പ്. അതെ. അപ്പം ഇതൊക്കെ ആരോടെങ്കിലും പിണറായി വിജയനെ അള്ളാഹു ശിക്ഷിച്ചായിരിക്കും. അതെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതേപോലെ പലപ്പോഴും അല്ല, വേറെ കാര്യമുണ്ട്. അപ്പം പിന്നെ നേരാണ് തിരിച്ചു പറയാം, പിണറായി ഭരിക്കുന്നുണ്ട്, കേരളത്തിൽ കോവിഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു, കാരണം പിണറായി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതാണ്. അങ്ങനെ പറഞ്ഞാൽ ഒട്ടനെ ഈ പറയുന്ന അള്ളാഹു ശിക്ഷിച്ചു എന്ന് പറഞ്ഞവന്മാർ നേരെ തിരിഞ്ഞിരിക്കും, അന്ധവിശ്വാസം പറയും. അന്ധവിശ്വാസം അല്ല, ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ വിമാനത്തെ കയറി ചെകുത്താനെ കല്ലെറിയാൻ പോകുന്നവർ. 21ാം നൂറ്റാണ്ടിൽ ചെകുത്താനുണ്ടെന്ന് വിശ്വസിക്കുകയും അതൊരു ഫ്ലൈറ്റ് കയറി കല്ലെറിയാൻ പോവുകയും ചെയ്യുന്നവരാണ് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസമാണെന്ന് പറയുന്നത്. ഇത് പറയാതെ തരമില്ല, പറയിപ്പിക്കുന്നതാണ് നമ്മളെ കൊണ്ട്. അതിപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കുന്ന രീതി ഇത് പുതിയതോ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. വയനാട്ടിൽ മുണ്ടക്കൈ ദുരന്തം ആരുടെ ശാപമാണ്? അള്ളാഹു എന്തിനു ശപിച്ചതാണ്? അതെ. അപ്പം അങ്ങനെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ് കൂടുതലും മരിച്ചത്. അതെ, കൂടുതൽ പേര് മരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് മുമ്പ് ഇതേപോലെ ആഘോഷിക്കുന്നത് കണ്ടത് ഈ ചൈനയിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ്. ചൈനയിൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആൾക്കാർ കണക്കില്ലാതെ മരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറയാൻ തുടങ്ങി അത് ചൈനയ്ക്ക് അവിടെ സിൻജിയാങ് റീജൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയ്ഗൂർ മുസ്ലിംസിനെ കണക്കില്ലാതെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. പറയുന്നതിൽ വളരെ സത്യമുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര അതികർക്കശമായ നിയമങ്ങളാണ് ചൈന. പള്ളി പൊളിച്ചു കളയുന്നു, ഈ ഖുർആൻ പബ്ലിക്കായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല, മുഹമ്മദിന് പേരിടാൻ പാടില്ല, മുഹമ്മദ് പേര് പാടില്ല, പിന്നെ ഈ ഖുർആൻ പബ്ലിക്കായിട്ട് ഒരിക്കലും കൊണ്ടു നടക്കാൻ പാടില്ല, പിന്നെ വീടുകൾക്ക് പച്ച നിറത്തിൽ പെയിന്റ് അടിക്കാൻ പാടില്ല, പിന്നെ ഇവരെ ഈ ഡീറാഡിക്കലൈസേഷൻ എന്നും പറഞ്ഞൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തിന്നാനായിട്ട് പോർക്ക് വരെ കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിലും അവർക്ക് വേറെ ഒരു രാജ്യം ചെയ്യാത്ത രീതിയിലുള്ള കർക്കശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞു. ചുമ്മാ ഇതിപ്പോൾ ഈ വെസ്റ്റേൺ മീഡിയയിലെ സംഘികൾ നടത്തുന്ന ദുഷ്പ്രചരണം എന്ന് പറയുന്ന ആശാന്മാരും കേരളത്തിലുണ്ട്. അതെ. അപ്പോൾ അവിടെ ഈ പറയുന്ന സിൻജിയാങ് റീജിയനിലുള്ള ഉയ്ഗൂർ മുസ്ലിംസ് കുറേ പേര് സിറിയയിൽ വിപ്ലവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതെ. എന്നിട്ട് അവരെ പിടിച്ചപ്പോൾ ഏതാണ്ട് പട്ടാളത്തിലെ ചില റാങ്കുകൾ കൊടുത്തു, ഉന്നത സ്ഥാനത്ത് നിയമിച്ചു. ചൈന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അവമാനിക്കലാണ്, ചൈന ചിലപ്പോൾ കയറി അടി കൊടുക്കാനും സാധ്യത. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്തൊക്കെയായാലും ഓഫ് കോഴ്സ് ചൈനയിൽ വളരെയധികം ഇൻജസ്റ്റിസ് ഉയ്ഗൂർ മുസ്ലിംസിനോട് ചെയ്യുന്നുണ്ട്. അവരെ അടിച്ചമർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പിന്നെ അവിടെ ചൈന ഒളിമ്പിക്സ് നടത്തിയ ആ പ്രാവശ്യം കുറേ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടായിരുന്നു അവർ. എന്നിട്ട് ഈ ഒളിമ്പിക്സ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും 4-5 പേരെ കൊന്നുകൊണ്ടിരുന്നു. ഈ എന്തെങ്കിലും പെരുന്നാളിനെയും കോഴിനെ കൊല്ലുന്ന പോലെ ഈ ഒളിമ്പിക്സിൻ്റെ ദിവസങ്ങളിൽ പലരെയും കൊന്നുകൊണ്ടിരുന്നു. കാരണം നിങ്ങൾ വേഷം എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഗതി എന്നുള്ള രീതിയിൽ ഈ പിടിച്ചുകൊണ്ട് പ്രശ്നക്കാരെ അവർ കൊന്നുകൊണ്ടേയിരുന്നു, ദിവസവും കൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചൈന കാട്ടിക്കൂട്ടുന്നത് ആർക്കും സഹിക്കാത്തതാണ്. അമേരിക്കയൊക്കെ അതിന് ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങൾക്ക് ആർക്കും വിരോധമില്ല. ഉയ്ഗൂർ മുസ്ലിങ്ങളൊന്നും ഇവിടെ ഒരുത്തനും മിണ്ടത്ത് പോലുമില്ല, ഒരിക്കലും പറയില്ല. അപ്പോൾ എന്തായാലും ചൈനയ്ക്ക് ദൈവം കൊടുത്ത അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത അടിയാണ് കോവിഡ് എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അത് വ്യാപിച്ച് അറബി രാജ്യങ്ങളിലും വന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം അള്ളാഹു ശിക്ഷിച്ചാണ്, പാകിസ്ഥാനിലുണ്ടായി. എപ്പോൾ പുതിയ ഖിലാഫത്ത് ഉണ്ടാക്കാൻ നടക്കുന്ന എർദോഗന്റെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി. അതേതാ? അത് തന്നെയല്ലേ ഈ നമ്മുടെ തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ അവിടെ നാച്ചുറൽ ക്ലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വരുന്നൊരു സ്ഥലം ഉണ്ടാവുന്നുണ്ട്. അതെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും ഇതേപോലെ വേറൊരു സംഭവം ഓർമ്മ വരുന്നത് ബറോഡ അല്ലെങ്കിൽ വഡോദര.
അവിടെ ഭൂമി കുലുക്കം ഉണ്ടായി കുറേ പേര് മരിച്ചു. ഗുജറാത്തിലെ കച്ചിലുമൊക്കെ. അതെ അതെ. അപ്പൊ അതിന് ഒരു ന്യായീകരണം അത് ഗുജറാത്ത് കലാപത്തിലുള്ള അള്ളാഹുവിന്റെ തിരിച്ചടി. അപ്പൊ ഇങ്ങനെ നാച്ചുറൽ അല്ല സാർ, ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു ഒരാൾ സോഷ്യൽ മീഡിയ ഒരു മലയാളി ഇട്ടിരിക്കുകയാണ്, സൗദി അറേബ്യ ഒരു കോള ഉണ്ടാക്കി, മിലാഫ് കോള ഒരു രാജ്യം ഉണ്ടാക്കി, മിലാഫ് കോള ഉണ്ടാക്കി. കണ്ടില്ലേ, സൗദി അറേബ്യ മിലാഫ് കോള ഉണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ ഇപ്പോഴും ചാണകത്തിൽ കളിക്കുകയാണ്. എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, ഒരു 15 വർഷം മുമ്പ് മൂവാറ്റുപുഴയിൽ ഉണ്ടാക്കിയിരുന്നു ജൈവ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ സ്വന്തം കോള അല്ലേ. ഇപ്പൊ ഇവിടെ സൗദി ഇപ്പൊ മിലാഫ് കോള ഉണ്ടാക്കിയതേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ ലോകത്തിലെ 130 രാജ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത കോവിഷീൽഡ് കൊടുത്തു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചേ ഉള്ളൂ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യം ഇന്ത്യയിൽ വന്ന് $470 മില്യൺ കാത്തു നിൽക്കുക ബ്രഹ്മോസ് മിസൈൽ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണുന്നില്ല. അപ്പം മറ്റൊരു രാജ്യം, ഇയാൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജ്യമാണ്, അവിടുത്തെ MBS ഈ ചങ്ങായി അനുകൂലിക്കുന്നുണ്ട്. MBS എടുക്കുന്ന നയങ്ങളോട് പിന്തുണയില്ലാത്ത ഒരു വൃത്തികെട്ട മലയാളി, അങ്ങനെ തന്നെ പറയണം. ഇന്ത്യ എന്ന രാജ്യത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മിലാഫ് കോള പൊക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, കണ്ടില്ലേ ഇന്ത്യ ഇപ്പോഴും ചാണകത്തിൽ ഗവേഷണം ചെയ്യുകയാണ്. ഇന്ത്യ ആദിത്യ എന്ന് പറയുന്ന ആ ലോകത്തിലെ ആദ്യത്തെ സൂര്യ ഗവേഷണ പേടകം വിട്ടത് ഇന്ത്യയാണ്. ഇതൊന്നും കാണില്ല. അവനും മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ചില ഊളകൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തുണ്ട്. അവരാണ് ഇത് പറഞ്ഞു വരുന്നത്. ചിലര് ഇന്ത്യക്ക് ഹാപ്പിനെസ് ഇൻഡെക്സിലോ ഹങ്കർ ഇൻഡെക്സിലോ ഒക്കെ പിന്നോക്കം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടാക്കുന്ന ഇൻഡെക്സ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുകളിലാണെന്ന് പറയുന്നത്. എന്നിട്ട് അവര് ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ട് ചാടി കയറി കേരളം അല്ല സാർ, കണ്ടില്ലേ ഇതിനിടയ്ക്കും ഈ ബംഗ്ലാദേശിലെ യൂനിസ് എന്ന് പറഞ്ഞ കളവൻ, അയാൾ ആവശ്യപ്പെട്ടിട്ട് 50,000 ടൺ അരി തരുമോ, കെഞ്ചി മാർക്കറ്റ് വിലയിലും തരുമോ എന്ന് ചോദിച്ച് ഡിസംബർ അവസാനവും ജനുവരി ആദ്യ വാരവുമായിട്ട് ഇവിടുന്ന് മേടിച്ച് തെണ്ടി കൊണ്ടുപോയതേ ഉള്ളൂ. എന്നിട്ട് ഇവന്മാരുണ്ടാക്കിയിരുന്ന ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹങ്കർ ഇൻഡെക്സിൽ ബംഗ്ലാദേശിന്റെ താഴെയാണ് അത്രയും. നമ്മൾ ഇതുണ്ടാക്കുന്നവന്മാർ ആരാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മാത്രമല്ല, ഇന്ത്യ എത്രയോ രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യണം. അതെ. എന്നിട്ട് ഇവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ചിലർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ന്യൂസ് മാത്രമേ ഇന്ത്യയെ പറ്റി കൊടുക്കുള്ളൂ ഈ മാധ്യമം. അല്ല, ഇത്തരം മാധ്യമങ്ങളിൽ ഈ ചില ആളുകളാണ്, ആ ആളുകളുടെ സ്വഭാവം അവരെ സംബന്ധിച്ച് ചില ചോദ്യമില്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഏതോ ഒരാൾ എന്തിനു വിമർശിച്ചപ്പോൾ അയാളുടെ പ്രൊഫൈൽ എടുത്തിട്ട് ദുബായിലാണല്ലേ ജോലി എന്ന് പറഞ്ഞാൽ ദുബായ് ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് ഇന്ത്യയെ അനുകൂലിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ല, ദുബായ് ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ദുബായ് പോയിട്ട് മോഷണമല്ല നടത്തുന്നത്, പണിയെടുത്തിട്ടില്ലേ കാശുണ്ടാക്കുന്നത്. ദുബായിലോ അമേരിക്കയിലോ സൗദി അറേബ്യയിലോ എവിടെയോ ഇന്ത്യക്കാരൻ, മലയാളി, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ടാണ് ശമ്പളം മേടിക്കുന്നത്, അല്ലാതെ ആരുടെ ഔദാര്യം മേടിച്ചിട്ടൊന്നുമല്ല. ഇവനൊക്കെ പോയി പണിയെടുക്കാതായിരിക്കും ചെയ്തത്, അല്ലെ വേറെ എന്തെങ്കിലും പണിയെടുത്തിട്ടായിരിക്കും. ഇന്ത്യയിൽ ലോകത്ത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ളത് 25% ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ്. അവിടെ പോകുന്ന എല്ലാ ഇന്ത്യക്കാരനും, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, സിഖുകാരനാവട്ടെ, അവൻ്റെ എല്ലാം മുറിയെ പണിയെടുത്തിട്ടാട്ട് ശമ്പളം വാങ്ങുന്നത്. ആരുടെ ഔദാര്യം ഒന്നുമില്ല. പാകിസ്ഥാനിൽ നിന്ന്, നിങ്ങളുടെയൊക്കെ സ്വപ്നഭൂമിയായ പാകിസ്ഥാനിൽ നിന്ന് സൗദി പോകുമായിരുന്നു. പാകിസ്ഥാൻകാർ ഫ്ലൈറ്റ് ഒക്കെ തിരിച്ചു വിട്ടു, ഇവരവിടെ പിച്ചെടുക്കുമായിരുന്നു. ഇന്ത്യക്കാരെ പണിയെടുത്ത കാശുണ്ടാക്കുന്നത്. അല്ല, ഇന്ത്യക്കാരെ അറബികൾക്ക് വളരെ ഇഷ്ടം. അതെ. ഇപ്പൊ നമ്മൾ ദുബായ് എത്ര കാലമായി, ദുബായ് നിങ്ങൾ പറയുന്ന UAE ഉണ്ടായിട്ട് എത്ര കാലമായി? ഒരു 75 വർഷം മുമ്പ് UAE എന്തായിരുന്നു അറിയാലോ. എണ്ണ കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ ഈ പറയുന്ന UAE ഉണ്ടായത്, സൗദി അറേബ്യ ഉണ്ടായത്. അവിടെ പണിയെടുത്ത് ഇന്ന് കാണുന്ന UAEയും സൗദി അറേബ്യയും ഉണ്ടാക്കിയെടുത്തതിൽ ഇന്ത്യക്കാരുടെ, വിശിഷ്യ കേരളീയരുടെ രക്തവും വിയർപ്പും ഒരുപാട് ചിന്തിയിട്ടുണ്ട്. അതിന് പണം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവിടെ പോയി ഔദാര്യമൊന്നുമല്ല, അറബിയുടെ ഔദാര്യം മേടിച്ചിട്ടല്ല മലയാളി ജീവിക്കുന്നത്, പണിയെടുത്തിട്ടാണ്. ജോലി ചെയ്തിട്ടുള്ള ശമ്പളം മാത്രമാണ് വാങ്ങിക്കുന്നത്. മാത്രമല്ല, ശമ്പളം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ താമസിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. ഈ വേറെ കാര്യമുണ്ട്, ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ തിന്ന കാശിനോട് കൂറ് വേണമെന്ന് പറയുന്ന ഇവന് അവിടെ എന്തെങ്കിലും അധികാരമുണ്ട്? അവിടുത്തെ മുസ്ലിംസ് അവരുടെ തത്തുല്യരായി ഇന്ത്യൻ മുസ്ലിംസിനെ കാണുന്നുണ്ടോ? ഇല്ല. എന്നിട്ടാണ് ഗീർവാണം, മിലാഫ് കോള. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങളൊക്കെ ലോകത്തിൻ്റെ ഒരു ക്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു എന്താണ്, ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്ന് പറഞ്ഞ പോലെ അതിജീവിക്കാൻ ശേഷിയുള്ളവർ അതിജീവിക്കും. അപ്പോൾ ഈ ജനസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പ്രകൃതി കാലാകാലങ്ങളിൽ എടുക്കുന്ന ഒരു ക്ലിൻസിങ് പ്രോസസ്സാണ് ദുരന്തങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു തിയറി ഉണ്ട്. ജനസംഖ്യ കൂടുമ്പോൾ കുറേ ജനസംഖ്യ ഇല്ലാതാക്കാൻ ഓട്ടോമാറ്റിക്കലി
പ്രകൃതി പണ്ട് വസൂരി ഉണ്ടാക്കി, പ്ലേഗ് ഉണ്ടാക്കി, പിന്നെ കോവിഡ് വന്നു. ക്രമാതീതമായി ജനസംഖ്യ കൂടിയാലും ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകൃതി സ്വമേധയാ എടുക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സിന്റെ ഭാഗമാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതിനെ ഉടനെ ഇവർക്ക് അമേരിക്കയിൽ തീപിടിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം, ഗുജറാത്തിൽ ഭൂകമ്പം വന്ന അള്ളാഹുവിൻ്റെ ശാപം, അഫ്ഗാനിസ്ഥാനിലോ തുർക്കിയിലോ ഉണ്ടായാൽ അള്ളാഹു റെസ്റ്റ് എടുക്കുകയായിരുന്നു, അള്ളാഹു ഉറങ്ങിപ്പോയതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്ന കുയുക്തി, അതിൻ്റെ കുയുക്തിയല്ലത്, അത് തനി വർഗീയ അജണ്ടയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.